ഒരിക്കൽ ഒരു ഗുരുവിനോട് ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരു, ഏറ്റവും വലിയ ധ്യാനം എന്താണ്? ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ നടക്കുമ്പോൾ നടക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുമ്പോൾ ഉറങ്ങുക. ശിഷ്യൻ ചോദിച്ചു, ഗുരു, ഇതെല്ലാം സാധാരണ കാര്യങ്ങളല്ലേ, ഇതിലൂടെ എങ്ങനെയാണ് ധ്യാനിക്കാൻ കഴിയുക? ഗുരു പറഞ്ഞു, സാധാരണ ആളുകൾ നടക്കുമ്പോൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സ് മറ്റൊരു ഇടത്താണ്. എന്നാൽ പൂർണ്ണ അവബോധത്തോടെ, ശ്രദ്ധയോടെ ഒരാൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ വർത്തമാനകാലത്തിലാണ്, ഈ നിമിഷത്തിലാണ്. സാധാരണ നമ്മൾ പൂർണ്ണമായിട്ടും വർത്തമാനകാലത്ത് ഈ നിമിഷത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ നിമിഷവും നമ്മൾ ഭാവിയിലാണ്, കഴിഞ്ഞ കാലത്താണ്. അപ്പോഴും നമുക്ക് വിശ്രമിക്കാൻ കഴിയില്ലേ? ഇപ്പം നമ്മൾ കാർ ഓടിച്ച് പോവുകയാണ്. കാർ ഓടിച്ച് പോകുന്ന സമയത്ത് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിച്ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കാർ ഓടിക്കുമ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് ആ ഒരു പ്രവൃത്തി ക്ഷീണം ഉണ്ടാക്കും. അയാൾ പറയും, ഞാൻ 2-3 മണിക്കൂർ കാർ ഓടിച്ച്, അതുകൊണ്ടാണ് എനിക്ക് ക്ഷീണം. ശരിക്കും ആ കാർ ഓടിക്കുന്ന സമയത്ത് അയാളുടെ ചിന്തകളാണ് അയാളെ ക്ഷീണിപ്പിക്കുന്നത്. അതേ സമയത്ത് ആ പ്രവൃത്തിയിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുമ്പോൾ വിശ്രമാവസ്ഥ അനുഭവിച്ചുകൊണ്ട് അയാൾക്ക് കാർ ഓടിക്കാൻ സാധിക്കും. അതേപോലെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ പൂർണ്ണ ശ്രദ്ധയോടെ അതിലലിഞ്ഞ് ആഹാരം കഴിക്കുമ്പോൾ അവിടെ നമുക്ക് സമാധാനപ്പെടാൻ കഴിയും. എപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് വർത്തമാനകാലത്തേക്ക് വരുന്നു, ഈ നിമിഷത്തിലേക്ക് വരുന്നു, അവിടെ നമുക്ക് സമാധാനം ഉണ്ടാകും. അതായത് നമ്മൾ ആ രീതിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ വേവലാതിപ്പെട്ട് നമുക്ക് ജീവിക്കേണ്ടി വരില്ല. കാരണം നമ്മൾ ഈ നിമിഷത്തോടൊപ്പമാണ്. ഈ നിമിഷത്തോടൊപ്പം നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു പൂവിൻ്റെ സുഗന്ധം പോലെയാണ്, ഒരു പുഴയുടെ ഒഴുക്ക് പോലെയാണ്, അത് ഒരു ഇളം കാറ്റിൻ്റെ തലോടൽ പോലെയാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും മനോഹരമാണെന്നും അത് മാധുര്യം നിറഞ്ഞതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ജീവിക്കാനും അതിൻ്റെ മനോഹരിത അനുഭവിക്കാനും മാധുര്യം നുണയാനും നമുക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ